പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. ആര് വരും, എങ്ങോട്ട് പോകും, എവിടെ പിടിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായ ചില കാൽക്കുലേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും തിരുവനന്തപുരം 101 സീറ്റാണ്. അതിലിപ്പോൾ കിട്ടുന്ന അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് BJP തന്നെ ഒറ്റക്കക്ഷിയായി വരും. പക്ഷെ CPM ഭരിക്കും എന്നുള്ളിടത്താണ് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത്. കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി CPM ഭരിച്ചാൽ അത്ഭുതമില്ല. പക്ഷേ കോൺഗ്രസിന് ഭരിക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസിന് സീറ്റ് അത്രയും കിട്ടത്തില്ല, കുറവായിരിക്കും. ഒരു 45 ഇപ്പുറത്ത് വന്നാൽ, BJPക്ക് വന്നാൽ 40-45 വന്നാൽ ബാക്കിയുള്ളത് കോൺഗ്രസിന് കിട്ടും. അല്ലെങ്കിൽ ബമ്പർ അടിച്ചതുപോലെ BJPക്ക് 60-65 സീറ്റ് കിട്ടണം. ഇനി കൊല്ലത്തേക്ക് പോയി കഴിഞ്ഞാൽ കൊല്ലത്തും BJP നില മെച്ചപ്പെടുത്തും. പക്ഷെ മെച്ചപ്പെടുത്തുമ്പോഴും CPM തന്നെ ആയിരിക്കും അവിടെ ഭരിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസ് അവിടെ കച്ചി തൊടുന്ന പ്രശ്നമില്ല. അതേസമയം നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എറണാകുളമാണ്. എറണാകുളത്ത് UDF LDF മാറി മാറി ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇപ്പോഴൊരു UDF തരംഗമാണ് എറണാകുളത്ത് നിൽക്കുന്ന. പ്രത്യേകിച്ച് ദിലീപിന്റെ കേസും ശബരിമല കേസും ഒക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എറണാകുളത്തൊരു അല വന്നിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അത് UDFന് ചിലപ്പോൾ അനുകൂലമായി നിന്നേക്കാം. നേരെ തൃശ്ശൂരിലേക്ക് പോയാൽ തൃശ്ശൂരിൽ വമ്പൻ പ്രഖ്യാപനവുമായിട്ട് അവിടെ സുരേഷ് ഗോപിയുണ്ട്. സുരേഷ് ഗോപി അത് എടുക്കുമെന്ന് സ്ട്രോങ് ആയി പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 24, 44, 48, 7, 55 അങ്ങനെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സ്ഥിതി. കൊല്ലത്തും 55 ആയിരുന്നു. പക്ഷെ കൊല്ലത്ത് 55 30-ൽ കൂടുതൽ സീറ്റുകൾ പിന്നെ കൊല്ലത്ത് CPM ഉണ്ടായിരുന്നുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ചെയ്യാനില്ലായിരുന്നു പ്രതിപക്ഷത്തിന്. അതേസമയം തൃശ്ശൂരിൽ 24, 7 ആയിരുന്നത് കൊണ്ട്, അങ്ങനെ 55 സീറ്റ് ആയതുകൊണ്ട് തൃശ്ശൂർ ഒരു പക്ഷേ ഒരു അട്ടിമറിയിലേക്ക് BJP കൊണ്ടുപോയേക്കാം. ഒന്നാം കക്ഷിയായി BJP വന്നേക്കാം. അവർ അവിടെ മേയർ സ്ഥാനാർത്ഥി രൂപീകരിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ വരാനുള്ള സാധ്യതയാണ് വലിയ രീതിയിൽ കാണുന്നത്. അപ്പൊ എന്തായാലും വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കി മലപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം. അതുപോലെ തന്നെ 73% വോട്ടിംഗ് നിലവാരം, അത് പെർസെൻറ്റേജ്. അതേസമയം നേരത്തെ ഇന്നലത്തത് 70% കഴിഞ്ഞ ദിവസത്തത്. ഇപ്പൊ 7 ജില്ലകളിൽ 70-ഉം 7 ജില്ലകളിൽ 73-ഉം വരുമ്പോൾ മൊത്തത്തിലെടുക്കുമ്പോൾ 71.5% ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴും കേരളത്തിൽ വലിയൊരു ചോദ്യം കേരളത്തിൽ നിൽക്കുന്നുണ്ട്. മഹാഭൂരിപക്ഷം ആളുകൾ 10-30% ആളുകൾ വോട്ട് ചെയ്തില്ല. ഒന്ന്, അതിപ്പോ ഇലക്ഷൻ വിദഗ്ധരൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ എക്കണോമിസ്റ്റുകളും പൊളിറ്റീഷ്യന്മാരൊക്കെ, പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചവരും ഒക്കെ പറയുന്നത്, പുതിയ തലമുറയ്ക്ക് ഇലക്ഷനോടുള്ള ഒരു താല്പര്യം കുറഞ്ഞു വരുന്നു. സ്ത്രീകൾ ശബരിമല വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിലാണ്. ദിലീപിന്റെ വിഷയത്തിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലും ഒക്കെ ഒരു അശ്ലീല കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഇതൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്, സ്ത്രീ വിഷയങ്ങളുടെ മോശപ്പെട്ട രംഗമാണെന്നുള്ള നിലയിൽ സ്ത്രീകൾ ഒരു പ്രതിഷേധം കാണിച്ചിരിക്കുന്നു. അതുപോലെ യുവതലമുറയിൽപ്പെട്ട ഏറ്റവും ന്യൂജനായിട്ടുള്ള ആൺകുട്ടികളും പഴയതുപോലെ ആവേശമില്ല. പൊളിറ്റിക്സിനോടും അഴിമതിയോടൊന്നും അവർക്ക് ഒരു താല്പര്യമില്ല. അവർ ഹൂ കെയേഴ്സ്, അവരിതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പാലക്കാട് അടിയൊഴുക്കുകൾ ഉണ്ടായില്ലെങ്കിൽ പാലക്കാട് നഗരസഭ BJP പിടിക്കും. അടിയൊഴുക്കുകൾ ഉണ്ടായാൽ അവിടെ നിന്ന് അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നൊരു പ്രവചനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു 10-15 മുനിസിപ്പാലിറ്റി എങ്കിലും BJP പിടിക്കാൻ സാധ്യതയുണ്ട്. പന്തളം BJP നിലനിർത്താൻ സാധ്യതയുണ്ട്. മാവേലിക്കര BJP കൊണ്ടുപോയാൽ അത്ഭുതമില്ല. അതുപോലെ തൃപ്പൂണിത്തറ BJP കൊണ്ടുപോയാൽ അത്ഭുതമില്ല, അത്ഭുതപ്പെടാനില്ല. ഇങ്ങനെ 10-15 മുനിസിപ്പാലിറ്റികൾ കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം കുറെ പ്രൊഫഷണലിസം കൂടിയിട്ടുണ്ട്. ഒരു കേഡർ സ്വഭാവത്തിലേക്കൊക്കെ രാജീവ് ചന്ദ്രശേഖറിന് ആളുകളെ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ RSS വളരെ ശക്തമായി രംഗത്തുണ്ടായിരുന്നു. വളരെ വലിയ ഒരു തെരഞ്ഞെടുപ്പാണ്. BJP ഒരു ജീവൻ മരണ പോരാട്ടമായിട്ട് രംഗത്തുണ്ട്. പക്ഷെ അപ്പോഴും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് LDF ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് തന്നെ LDFനായിരിക്കും ഒരു മുൻതൂക്കം വരിക. പക്ഷേ കോൺഗ്രസും വളരെയധികം മുന്നോട്ട് പോകും. BJP കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ വളരെ വളരെ മുന്നോട്ട് പോകും. കാരണം 2-3 മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 10-15 മുനിസിപ്പാലിറ്റിയിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ കുറെ അധികം വാർഡുകളിലേക്ക് പോകും. ജില്ലാ പഞ്ചായത്തുകൾ എന്തായാലും BJPയുടെ കൂടെ പോകാൻ ഒരു സാധ്യതയുമില്ല. തിരുവനന്തപുരത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, 40 ഇതിനകത്ത് തുടക്ക സമയത്ത് പറഞ്ഞിട്ടുണ്ട്, 45-ഉം 90-ഉം 11 114 45 എന്നുള്ളത് കോൺഗ്രസ് കുറച്ച് കൂടുതൽ പിടിക്കുകയും ഒരു 10-15 സീറ്റ് കൂടുതൽ പിടിക്കുകയും ചെയ്താൽ 45കാർക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് BJPക്കാണ് നഷ്ടമുണ്ടാകുന്നതെങ്കിൽ CPM മുന്നണി ഉണ്ടാക്കും. ഇനി തിരിച്ചാണെങ്കിലും BJPക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ BJPക്ക് 51 സീറ്റിൽ കുറഞ്ഞാൽ, അല്ലെങ്കിൽ 50 സീറ്റിൽ കുറഞ്ഞാൽ ഒരു കാരണവശാലും അവർക്ക് സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു സാധ്യത. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ചില പരിപാടികൾ നടത്തണം, കുതിരക്കച്ചവടം നടത്തണം, ആളുകളെ മാറ്റണം, അങ്ങനെയുള്ള വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാൻ കഴിയില്ല. ചിലപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൊടുക്കുന്നു, അങ്ങനെ പല കളികളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ രാഷ്ട്രീയത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന് നമ്മളൊരു പ്രവചനത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ എന്തായാലും ഒറ്റക്കക്ഷിയായി BJP തന്നെ വരാനുള്ള സാധ്യതയാണുള്ളത്. തൊട്ട് പിറകെ CPM ഉണ്ട്.
പക്ഷെ CPM ചിലപ്പോൾ അവർ ഭരണത്തിൽ വന്നാൽ അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ഇങ്ങനെ നോക്കി പോകുമ്പോൾ കണ്ണൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം, നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ മിക്കവാറും UDF-ന്റെ കൂടെയാണ് നിൽക്കുന്നത്. അത് അങ്ങനെ തന്നെ വരാനാണ്. മലപ്പുറത്തുള്ള സീറ്റുകളിൽ ലീഗ് വലിയ തേരോട്ടം നടത്താൻ സാധ്യതയുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വലിയ തേരോട്ടം നടത്താൻ, കോട്ടയത്തും ഇടുക്കിയിലും വലിയ തേരോട്ടം നടത്താൻ സാധ്യതയുണ്ട്. മാണി ഗ്രൂപ്പിന് വേണ്ടത്ര മുന്നേറാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഫീൽഡിലുള്ളത്. CPI നല്ല പാര വച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ കുറെ CPIയുടെ സീറ്റുകളിൽ BJP കോൺഗ്രസും പാരവയ്ക്കും, അല്ല മാർക്സിസ്റ്റ് പാർട്ടിയും പാരവയ്ക്കും. അങ്ങനെ പരസ്പരം ക്രോസ് വോട്ട് അടിക്കുന്ന രീതിയിൽ അതും വലിയ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഗൗരവതരമായിട്ടുള്ള ചില വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ അല്ലെങ്കിൽ ലൈവായി നിന്ന വിഷയങ്ങൾ, ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം, അയാൾ ഇന്നലെ വളരെ കൂളായി, യാതൊരു ഉളുപ്പുമില്ലാതെ കൂളായി വരുന്നു, ചിരിക്കുന്നു, പോകുന്നു. അയാളെ കൈയടിക്കാൻ കുറെ കോൺഗ്രസ്സുകാർ കൂടെ പോകുന്നു, വോട്ട് ചെയ്യുന്നു. സത്യം ജയിക്കും, രാമരാജ്യം എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും വളരെ വളരെ ഗൗരവതരമായ ഒരു തെരഞ്ഞെടുപ്പ് നാളെ ഈ സമയമൊക്കെ ആകുമ്പോൾ കുറെ ട്രെൻഡ് അറിയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഭരണത്തിന്റെ വിശകലനവും വിലയിരുത്തലും എല്ലാം നമുക്ക് നടത്താം. എങ്ങനെയാണിത് വരുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും നോക്കാം. അതുപോലെ തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നു കഴിഞ്ഞത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുക CPM തന്നെയായിരിക്കും. കോൺഗ്രസ് മുന്നോട്ട് പോകും, BJP വളരെ വലിയ തോതിൽ മുന്നോട്ട് പോകും. പക്ഷെ സീറ്റുകളുടെ കണക്കുകൾ എടുക്കുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഭരണത്തിന്റെ കണക്കുകൾ എടുക്കുമ്പോഴാണ് പിന്നെ കളികൾ പല രൂപത്തിൽ മാറുന്നത്. ഇനി അതാണ് അതിന്റെ ഒരു കണക്ക്. ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ കല്ലിയൂർ നേരത്തെ BJPക്ക് ഉണ്ടായിരുന്നു, അത് BJPയുടെ നിന്ന് പോയി CPM-ലേക്ക് പോയി. വെങ്ങാനൂർ പഞ്ചായത്ത് നേരത്തെ BJPയിൽ ഉണ്ടായിരുന്നു, അത് പിന്നെ BJP-യിലുണ്ടായിരുന്നു, CPM കൊണ്ടുപോയി. കള്ളിക്കാട് പഞ്ചായത്ത് പന്ത ശ്രീകുമാർ മറ്റുമാണ്. പിന്നെ കള്ളിക്കാട് പഞ്ചായത്തിന് മറ്റൊരു പ്രത്യേകത, അവിടെ പ്രതിരോധ സംവിധാനത്തിന്റെ വലിയ ഓഫീസുകളും സന്നാഹവും വരുന്നു. കള്ളിക്കാട് അതുകൊണ്ട് ഇപ്പൊ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ തലത്തിലേക്കൊക്കെ മാറുന്ന ഒരു പഞ്ചായത്തായി മാറിയിട്ടുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ 2020 ഉണ്ട്, നമ്മുടെ 2020 കിടപ്പുണ്ട്. 2020 എത്ര പഞ്ചായത്ത് പിടിക്കുന്നില്ല, കാരണം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ്. അവിടെ മറ്റൊരു വാർത്ത ഇന്നലെ ജയശങ്കർ പിന്നെ ഏറെ ഇത് കണ്ടു, ജയശങ്കർ ഏതോ യൂട്യൂബ് ചാനൽ ഏറെ ചെയ്യുന്ന കണ്ടു. പിന്നെ 2020 പഞ്ചായത്തുകളിൽ കോൺഗ്രസ് CPM അവിഹിത ബന്ധം എന്ന് പറഞ്ഞു, അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2020 നമ്മുടെ സാബുവിന് വലിയ ബുദ്ധിമുട്ട് വരും അവിടെ. പിന്നെ അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി കേരളത്തിൽ വലിയ ആവേശത്തിൽ വന്നൊരു പാർട്ടിയാണ്. അതിൽ കോഴിക്കോട് ജില്ല കോർപ്പറേഷനിലെ വളരെ പ്രധാനപ്പെട്ട കൗൺസിലർമാർ വരെ ആം ആദ്മിയിലേക്ക് പോയി. പക്ഷെ അതും എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അതുകൊണ്ട് ആം ആദ്മിയുടെ റോൾ എന്താണ്? അതുപോലെ പിന്നെ സ്വതന്ത്രന്മാർ കേരളത്തിലെ വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സ്വതന്ത്രന്മാർ മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ താഴെ തട്ടിലെടുക്കുമ്പോൾ നമ്മൾ വീണ്ടും കണക്കൂട്ടി പോകുമ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും വോട്ടിന്റെ ഒരു ശതമാനം വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് നന്നായി നില മെച്ചപ്പെടുത്തും, BJP നന്നായി നില മെച്ചപ്പെടുത്തും. പക്ഷെ BJP മെച്ചപ്പെടുത്തുന്നതെല്ലാം അവർക്ക് സീറ്റുകളായി കൺവെർട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊരു രാഷ്ട്രീയ നമുക്ക് സംശയമുണ്ട്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ സീറ്റ് മെച്ചപ്പെടുത്തും. എന്നാലും CPM-നെ താഴോട്ട് വലിച്ചിടുന്ന കഴിയുമോ നമുക്കറിയില്ല. അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വലിയ വിഷയമാണ്.